നമ്മൾ ഏതൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനകത്ത് പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂസിക്കിലാണെന്നുണ്ടെങ്കിലും പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ഷേ അണ്ടർ റേറ്റഡും പലപ്പോഴും ഓവർലുക്ക് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ലിസണിങ്. കാരണം നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഈ സോങ്ങിൻ്റെ ഇൻസൈറ്റുകളും നമ്മളുടെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ 2 തരത്തിൽ ലിസണിങ്ങിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഇപ്പോൾ തൽക്കാലം. ഓക്കെ, ഒന്ന് പാസീവ് ലിസണിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് പാട്ട് കേൾക്കാൻ വേണ്ടി കേൾക്കുന്നത് അതന്നെ. രണ്ടാമത്തെ ആക്റ്റീവ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലിസണിങ്. ക്രിട്ടിക്കൽ ലിസണിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കേൾക്കുന്നതല്ല, നമ്മൾ ജസ്റ്റ് ഇരുന്ന് പാട്ട് കേൾക്കുന്നു, സിമ്പിളായിട്ട് ആ പാട്ട് എൻജോയ് ചെയ്യുക എന്നുള്ള ലെവലിൽ. ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മ്യൂസീഷ്യൻ ബ്രെയിൻ ഓണാവും. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആസ്പെക്റ്റുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. അതിൻ്റെ മിക്സോ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ വാട്ടവർ. ഇപ്പോൾ നിങ്ങൾ ഒരു ബേസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സോങ് കേൾക്കുമ്പോൾ അതിൻ്റെ ബേസിൻ്റെ ഗ്രൂവും അല്ലെങ്കിൽ അതിൻ്റെ പ്ലേയിങ് സ്റ്റൈലോ അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്ത ഗിറ്റാർ ടോണുകൾ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യും. ഇപ്പോൾ മിക്സ് എൻജിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെപ്ത്ത് അതേപോലെ റിവേർബ് എഫക്ട്സുകളും കാര്യങ്ങളും ഫോക്കസ് ചെയ്യാം. കംപ്രഷൻ കാര്യങ്ങൾ നോക്കാം, വോക്കലിൽ എത്ര ഡിസ്റ്റോർഷൻ ഉണ്ട് നോക്കാം. മ്യൂസിക് തിയറി ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഡ് പ്രോഗ്രഷൻ എങ്ങനെയാണ്, എവിടെയാണ് കീ ചേഞ്ചസ് എന്നുള്ളത്, പാറ്റേണും കാര്യങ്ങളും നോക്കുക. പ്രൊഡക്ഷനിൽ സൗണ്ടുകൾ എങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെ നമുക്ക് ക്രിറ്റിക്കലി ലിസൺ ചെയ്യുന്ന സമയത്ത് ഏത് കാര്യത്തിലേക്ക് വേണമെങ്കിലും ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ ഈ 2 ടൈപ്പ് കേൾക്കലിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ക്രിട്ടിക്കൽ ലിസണിങ് ആണ് ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസൈറ്റും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും നോളജുകളും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ലിസണിങ്ങിലാണ്. പക്ഷേ പാസീവ് ലിസണിങ്ങിനും ചില ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ക്രിട്ടിക്കലി ലിസൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു EDM അല്ലെങ്കിൽ ഒരു ഡാൻസ് ട്രാക്ക് കേൾക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ക്രിട്ടിക്കലി കേൾക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യണത് ആ ടൈമിൽ. ചിലപ്പോൾ അതിൻ്റെ മിക്സ് ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനോ സൗണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും. പക്ഷേ അപ്പോൾ മിസ്സാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ഉദ്ദേശം മിസ്സാവും. അത് നമ്മൾ പാസീവായിട്ട് കേൾക്കുമ്പോഴാണ് സംഭവിക്കുക. പാസീവായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ പാട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ പാട്ടിൻ്റെ വൈബ് അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ച ഇമോഷൻ നമ്മളായിട്ട് കൺവേ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയണത് ആ പാസീവ് ലിസണിങ്ങിലായിരിക്കും. പക്ഷേ ഈ 2 ലിസണിങ് എന്ന് പറയുന്നത് 2 സെപ്പറേറ്റായിട്ട് നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരു നേരത്ത് ഞാൻ വന്നിട്ട് ഓക്കെ ഞാൻ ഇന്ന് ക്രിട്ടിക്കലി ലിസൺ ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞിട്ടിരിക്കില്ല. നമ്മൾ ജസ്റ്റ് കേട്ടു തുടങ്ങുന്ന സമയത്ത് പാസീവായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അങ്ങനെ പാസീവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആക്റ്റീവ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ബ്രെയിൻ ഓണാവും. അപ്പോൾ നമ്മൾ അതിനെ അനലൈസ് ചെയ്യും, അതിനെ ക്രിട്ടിക്കലി ഇതെന്താ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. അതിനകത്തുനിന്ന് ഓരോ ഇൻസൈറ്റുകൾ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പാസീവായിട്ട് തന്നെ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ 2 ലിസണിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കുറേയും കൂടി സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഫീൽ ചെയ്യിക്കുക എന്നുള്ള ലെവലിൽ നമുക്ക് പാട്ട് ഇഷ്ടമാവുണ്ടോ എന്നുള്ളത് നമ്മൾ പാസീവായിട്ട് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുക. ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലി കേൾക്കുന്ന സമയത്താണ് നമ്മൾ അതിനകത്തുനിന്ന് കൂടുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ ആസ്പെക്റ്റോ അല്ലെങ്കിൽ മിക്സിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഇൻസൈറ്റുകളും കാര്യങ്ങളും നമ്മൾക്ക് കൂടുതൽ കിട്ടുക. സോ ഞാൻ കേൾക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് ഇപ്പോൾ എന്തിനാണ് കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാം, നമ്മളെല്ലാവരും ചെയ്യണ കാര്യമാണ്. കേട്ട് പഠിക്കുക എന്നുള്ളത് നമ്മൾ നാച്ചുറലി സംഭവിക്കണ കാര്യം തന്നെയാണ്. പക്ഷേ കുറേ കൂടി നമ്മൾ ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ, മിക്സ് എൻജിനീയർ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കലും പ്ലാൻ ചെയ്ത് കേൾക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെന്തൊക്കെയാണ് നോക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്, നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടും കേട്ട് പഠിക്കുന്നതിന്. ഇപ്പോൾ നമ്മൾ ടെക്നിക്കലായിട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ കാണുക അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് പഠിക്കാൻ ചെല്ലണം, അതിനെക്കാട്ടൊക്കെ ഒരുപാട് നമ്മളുടെ മ്യൂസിക് ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും നമുക്ക് ആ മ്യൂസിക് ഉണ്ടാക്കാനുള്ള ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇൻഫർമേഷനും നോളജും എന്നുള്ള മാത്രമല്ല പറയുന്നത്, ടെക്നിക്കൽ നോളജും കാര്യങ്ങളും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ഒരു ഇൻസൈറ്റ് നമുക്കിപ്പോൾ ഒന്നും പഠിക്കാതെ, ഇപ്പോൾ ഒന്നും ടെക്നിക്കലി പഠിക്കാത്ത ആൾക്കാർക്കും മ്യൂസിക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും.
അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേട്ടിട്ടുള്ള ആ ഒരു ഇൻസൈറ്റും ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെയാണ് അത് കേട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അതേപോലെ നമ്മളെ ടേസ്റ്റ് ഡെവലപ്പ് ചെയ്യാനും ഈ പറയുന്ന ഇൻസൈറ്റുകളും കാര്യങ്ങൾക്കൊക്കെ ലിസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളൊരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലോ മ്യൂസിക് കമ്പോസറോ ആരായാലും ഒരു മ്യൂസിക് മേക്കർ ആണെന്നുണ്ടെങ്കിൽ ലിസണിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ വലിയൊരു ടൂളാണ്, പ്രാക്ടീസ് പോലെ തന്നെ. പിന്നെ നിങ്ങൾ പ്രൊഡ്യൂസറാണല്ലേ മിക്സ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോണിറ്ററിങ് സിസ്റ്റം കൂടുതൽ ട്രസ്റ്റ് ചെയ്യാക്കാൻ നമുക്ക് ലിസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ടൈം ലിസൺ ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ഹെഡ്ഫോൺസോ അല്ലെങ്കിൽ മോണിറ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ റൂമിലേക്ക് മാറിയെന്നുണ്ടെങ്കിൽ ആ റൂമിൽ എങ്ങനെയാണ് ആ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ആ ഹെഡ്ഫോൺസിൽ എങ്ങനെയാണ് അതിൻ്റെ പലതരത്തിലുള്ള ആസ്പെക്റ്റ്, ഫ്രീക്വൻസി മാത്രമല്ല അതെങ്ങനെയാണ് കേൾക്കുന്നത്, എങ്ങനെ കേൾക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ അതിനുമായിട്ട് ആ ഒരു നമ്മളുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാറണത്. എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വരുത്താൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് പിന്നെ പല സ്ഥലത്തും കൊണ്ട് പ്ലേ ചെയ്യേണ്ടി വരും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. സോ മോണിറ്ററിങ് സിസ്റ്റം കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തിരുന്ന് കേൾക്കേണ്ടി വരും. അതിന് റെഫറൻസ് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മിക്സിൻ്റെ മാസ്റ്ററിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെയിൻ കാര്യമാണ് നമ്മളുടെ ഇയേഴ്സ് അല്ലെങ്കിൽ ആ പെർസ്പെക്റ്റീവ് റീഫ്രഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അധികം ആൾക്കാരും ബ്രേക്ക് എടുക്കാനൊക്കെ പറയും. ബ്രേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ചെവിക്ക് റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് ശരിയാണോ എന്നുള്ള കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് മിക്സോ, അല്ലെങ്കിൽ ഞാൻ പറയണത് ആ മിക്സിൻ്റെ റെഫറൻസ് എന്നല്ല, ഇപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോങ്ങുകളോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പെർസ്പെക്റ്റീവ് പെട്ടെന്ന് റീഗെയിൻ ചെയ്യാൻ പറ്റും. സോ അതിനും നമുക്ക് ആവശ്യമുണ്ട് റെഫറൻസ് ട്രാക്കുകൾ, അല്ലെങ്കിൽ കൂടുതൽ കേട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുള്ള. അതും ഈ മോണിറ്ററിങ്ങിൻ്റെ കാര്യം കുറച്ചും കൂടി ഇൻ്റർ കണക്റ്റഡ് ആണ്, നമ്മൾ ട്രസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം. സോ ലിസണിങ് എന്ന് പറയുന്നത് ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലുള്ള നമ്മളുടെ ഹിയറിങ്ങും പെർസ്പെക്റ്റീവിനൊക്കെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. സോ ആസ് മ്യൂസിക് മേക്കേഴ്സ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇത് കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസുകൾ ഉണ്ടാക്കുക. ഇപ്പോൾ സ്ഥിരം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന റെഫറൻസ് ട്രാക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ഓരോ എൻജിനീയേഴ്സിനോ ഓരോ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിനോ ഇഷ്ടമുള്ള പല റെഫറൻസുകളുണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു മ്യൂസിക് മേക്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് ഭയങ്കര ഇൻഡിവിജ്വൽ ആയിരിക്കും. ഇപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ ടേസ്റ്റ്. അങ്ങനെ ഒരു എല്ലാവർക്കും ഒരു യൂണിവേഴ്സലായിട്ട് ഒറ്റ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ക്രിയേറ്റീവ് ജോബുകളൊക്കെ AI ഒക്കെ കൊണ്ടുപോകേണ്ട ടൈം കഴിഞ്ഞ്. സോ ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റിയാണ്. ഇപ്പോൾ മിക്സ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ടേസ്റ്റ് ആണ് നമ്മളാക്കണ കാര്യം. സോ നമ്മളുടെ റെഫറൻസുകളും നമ്മൾ കേൾക്കുന്ന സോങ്ങുകളൊക്കെയാണ് നമ്മളുടെ ടേസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. സോ ഓരോരുത്തർക്കും ഓരോ റെഫറൻസും ഈ റെഫറൻസ് ട്രാക്കുകളും കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റെഫറൻസ് ട്രാക്കുകളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ സോങ്ങുകൾ അല്ലെങ്കിൽ ആൽബംസ് ഇതൊക്കെ ഇങ്ങനെ കൂടുതൽ കമ്മിറ്റ് ചെയ്ത് കേൾക്കുക. പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ കേട്ട് പ്രാക്ടീസ് ചെയ്യുക, ചെവി ട്രെയിൻ ചെയ്യുക. അതേമാതിരി നമ്മളുടെ ഇൻസൈറ്റുകളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കൂടും. നമ്മളുടെ ടേസ്റ്റ് അതേപോലെ തന്നെ വൈഡാവും. നമ്മൾ ഒരുപാട് പാട്ട് കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല പല ജോണറുകളിലേക്ക് ഇങ്ങനെ പതിയെ ഇങ്ങനെ വൈഡായി വരും. സോ അതിനനുസരിച്ചിട്ട് നമ്മളുടെ സൗണ്ടുകളും നമ്മളുടെ മ്യൂസിക്കൽ എബിലിറ്റീസും കൂടുന്നതാണ് എൻ്റെ വിശ്വാസം. സോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ ഇഷ്ടപ്പെട്ട ആൽബംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് ടു ബോട്ടം ഇരുന്ന് കേൾക്കുക, കൂടുതൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ ഓരോ കേൾക്കലിലും നമുക്ക് പല കാര്യങ്ങളിൽ ഇൻസൈറ്റുകൾ വരും. ചില സമയത്ത് മിക്സിൻ്റെ കാര്യങ്ങളിലായിരിക്കും, ചില സമയത്ത് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലായിരിക്കും, ചില സമയത്ത് നമുക്ക് കമ്പോസിങ്ങോ അറേഞ്ചിങ്ങോ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾക്ക് ഒരു പീസ് ഓഫ് ആർട്ടിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ടാവും. നമ്മളതിനെ കോൺസ്റ്റൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുക, നമ്മളുടെ ടേസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുക. അതേമാതിരി പ്ലേലിസ്റ്റുകൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ്ങുകൾ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട്, ഇപ്പോൾ ചില സോങ്ങുകൾ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് റെസനേറ്റ് ചെയ്യും, നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരുപാട് പഠിക്കാനുള്ളതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ റിപ്പീറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് റെസനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ടേസ്റ്റ്. സോ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കണത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ അതിൻ്റെ മിക്സോ അല്ലെങ്കിൽ പ്രൊഡക്ഷനോ കാര്യങ്ങളോ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു
ഒരു പ്ലേലിസ്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് റെഫർ ചെയ്യാനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ മോണിറ്ററിൻ്റെ കാര്യത്തിലോ ഹെഡ്ഫോൺസിൻ്റെ കാര്യത്തിലോ ഇപ്പോൾ നിങ്ങൾ വേറെ റൂമിൽ പോയി അല്ലെങ്കിൽ ഒരു പുതിയ ഹെഡ്ഫോൺസ് കിട്ടി, അത് ആക്ച്വലി ഇങ്ങനെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പെട്ടെന്ന് ഈ പ്ലേലിസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അന്ന് ആർട്ടിസ്റ്റുകളെ അയാളെ ആൽബത്തിൻ്റെ പേരെന്ത് ചെയ്യുന്നു അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യം വരില്ല. സോ ആ പ്ലേലിസ്റ്റ് എടുക്കുക, നമുക്ക് ആ പ്ലേലിസ്റ്റിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ചില സോങ്ങുകൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ലോ എൻഡിന് വേണ്ടിയിട്ട് ചില റെഫറൻസ് ട്രാക്ക് ഉണ്ടാവും, വോക്കൽസും മിഡ് റേഞ്ചൊക്കെ നോക്കാൻ വേറെ ട്രാക്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെ പലതരത്തിലും ഓരോരുത്തർക്കും ഉണ്ടാവും. സോ അതൊക്കെ ഒരു പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനും ഇപ്പോൾ പെട്ടെന്ന് പെർസ്പെക്റ്റീവ് കിട്ടാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മിക്സിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ആ ട്രാക്കുകളൊക്കെ പ്ലേ ചെയ്യാനൊക്കെ സിമ്പിളായിരിക്കും ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. സോ സ്പോട്ടിഫൈയിലോ യൂട്യൂബിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, ഒരു മിക്സ് റെഫറൻസ് എന്നതിന് പേര് കൊടുത്തുള്ളത്. പക്ഷേ അതിനകത്ത് ആക്ച്വലി എനിക്ക് പ്രൊഡക്ഷനും മിക്സും ഞാൻ അധികവും ഒറ്റ സാധനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പ്രൊഡക്ഷനും മിക്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പല ജോണറുകളിലുള്ള സോങ്ങുകൾ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മിക്സ് റെഫറൻസ് എന്നൊരു പേരിൽ. ഞാൻ സ്പോട്ടിഫൈയിലുള്ള അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴത്തിട്ട് തരാം. സോ അത് അതേമാതിരി നിങ്ങൾക്ക് ദഹിക്കില്ല എന്ന് എനിക്കറിയാം, അത് ഉറപ്പാണ്. കാരണം നിങ്ങളുടെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ട് നോക്കുക. അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു റെഫറൻസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക എന്നുള്ള, എന്നിട്ട് അത് കേൾക്കുക, പഠിക്കുക, അത്രയേ ഉള്ളൂ. സോ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, കേട്ട് പഠിക്കുക. താങ്ക്സ്.